എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സൺഡേ സ്പെഷ്യൽ രുചികരമായ വിഭവങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നു കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറി അഥവാ നമ്മുടെ മുട്ടക്കറി, നാടൻ രീതിയിൽ നാടൻ സ്റ്റൈൽ സൂപ്പർ ടേസ്റ്റി മുട്ടക്കറിയും വെറൈറ്റി ഐറ്റം നമ്മുടെ ചിക്കൻ കറി റെസിപ്പി ഫുള്ളായിട്ട് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ കൊതി തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിക്ക് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ടക്കറി നാടൻ രീതിയിലാട്ടോ വയ്ക്കുന്നത്. സൂപ്പർ ടേസ്റ്റി മുട്ടക്കറി റെസിപ്പി കാണണ്ടേ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും കേട്ടോ. അത്രയും ടേസ്റ്റിയായ വിഭവങ്ങളാട്ടോ സൺഡേ സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ രാവിലെ തന്നെ ഇതാ പുട്ടുണ്ടാക്കിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. നിങ്ങൾക്കൊരു ബോറടിയാവില്ലേ എന്ന് കരുതിത്താട്ടോ. അപ്പോൾ നമുക്ക് മുട്ടക്കറി റെസിപ്പി കണ്ടാൽ കൂട്ടുകാരെ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തുട്ടോ. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ അതാ തീ കുറച്ച് വെച്ചിട്ടോ. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇട്ടോ. പിന്നെ നമ്മുടെ സബോള കൂട്ടേനെ അരിഞ്ഞത് കേട്ടോ. മീഡിയം സൈസിലെ സബോള കുഞ്ഞു അരിഞ്ഞത് അതിലേക്ക് അങ്ങ് തട്ടി അങ്ങോട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തുട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വയന്ന് കിട്ടുട്ടോ. നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് സബോള വാടി കിട്ടുട്ടോ. ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ സബോള വേവണം. ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി മുട്ടക്കറിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സൺഡേ സ്പെഷ്യൽ ഐറ്റം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ നമ്മുടെ പുട്ടും മുട്ടക്കറിയും അടിപൊളി ടേസ്റ്റിൽ നാടൻ സ്റ്റൈലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് വായിന്ന് കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ തക്കാളിക്കുട്ടീനെ അങ്ങോട്ട് കുനുകുന അരിഞ്ഞങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി എടുത്തു. എന്നിട്ട് കുനുകുന അരിഞ്ഞു അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്, പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. മുട്ടക്കറി വയ്ക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ തക്കാളി ഉടഞ്ഞങ്ങോട്ട് ചേരണം. എന്നാലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു പച്ച തക്കാളി, ഒരു മീഡിയം സൈസുള്ള തക്കാളി ആണെങ്കിൽ നിങ്ങളുടെ കൈ കടയേ ഉള്ളൂ കേട്ടോ. കൈ കഴച്ച് പൊട്ടും, എന്നാലും ഉടഞ്ഞു ചേരില്ല. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ഉടഞ്ഞു ചേരും കേട്ടോ. ഉടഞ്ഞു ചേർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് മുളക് പൊടി പാകത്തിന് കേട്ടോ, എരിവിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി മസാലപ്പൊടി പാകത്തിന്, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം 1 മിനിറ്റോളം നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റി മുട്ടക്കറി റെസിപ്പിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ. 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ കേട്ടോ. നല്ല രീതിയിലൊന്ന് തിളച്ച ശേഷം എന്തെയ്യണം, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും 1 കപ്പ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. തീ കൂട്ടി വയ്ക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് പൂട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സാക്കുന്നുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടോ കൂട്ടുകാരെ, അത് 4 ഭാഗം ഒന്ന് വരിഞ്ഞു വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ടൊന്ന് മിക്സാക്കാം. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. 3-4 മിനിറ്റ് മൂടി വെച്ചാലും മതി. എന്നിട്ട് സെർവിങ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കൂട്ടുകാരെ. എന്നിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം ഒന്ന് നമ്മുടെ പുട്ടായാലും നമ്മുടെ അപ്പായാലും ഏതിലൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. നാടൻ സ്റ്റൈലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ? എനിക്കറിയില്ല. കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് മാത്രമല്ല ഒരു ലൈക്കൊക്കെ നടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടക്കറി സെറ്റായി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ ലഞ്ചിന് ചിക്കൻ കറി വെറൈറ്റി റെസിപ്പി അല്ലേ. മിളക് പറ്റി സെറ്റാക്കി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ എവിടെ ചെയ്തിട്ടുണ്ട്, ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. കുറേ നാളുകളായി, പക്ഷേ വ്യൂസൊക്കെ കുറവാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയും വേണ്ട. ഒരു തവണ കഴിച്ചാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ആ ചിക്കൻ കറി കേട്ടോ.
അപ്പോൾ വെറൈറ്റി റെസിപ്പി കാണാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അപ്പോൾ റീയൂസ്ഡ് കണ്ടൻ്റ് ആവില്ലേ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചാൽ. അപ്പോൾ നല്ലതുപോലെ വഴറ്റി കൊടുത്ത് സെറ്റാക്കി വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യണം, പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒരു പച്ചക്കൊത്ത് മാറുന്നത് വരെ തീ കുറച്ച് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാൻ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസുകൾ മിളക് പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാല ചിക്കനിൽ പിടിക്കുന്നവരെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്താൽ കേട്ടോ. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വയ്ക്കണം. എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലേ. 5 മിനിറ്റിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നല്ല ചൂടുള്ള വെള്ളം തയ്യാറാക്കിയോളൂ. എന്നിട്ട് ഒരു 3 കപ്പോളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ, ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ. അങ്ങനെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കണം. അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് മറന്നു പോരുത് കേട്ടോ. വെറൈറ്റി റെസിപ്പി തന്നെയാട്ടോ ഈ ചിക്കൻ കറി. നല്ല രീതിയിലൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. കറിവേപ്പിലയും നമ്മുടെ ചിക്കനൊക്കെ ഒരു പകുതി വേവാക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലൊന്ന് മിസ്സാക്കി എന്നിട്ടൊന്നും കൂടി ഒന്ന് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നോ, നമ്മൾ ചോറിലൂടെ ഈ കറി അങ്ങോട്ട് വീത്തി അങ്ങോട്ട് കഴിച്ചാൽ എൻ്റെ പൊന്നു വായൽ കപ്പലോളൂ കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.